ഇനി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും, അതായത് 2029 ആകുമ്പോഴേക്കും നരേന്ദ്രമോദി 80 വയസ്സിനടുത്ത് എത്തും. അതുകൊണ്ട് തന്നെ മോദി നിർബന്ധമായും ഭരണത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നും BJP നേരത്തെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് പുറത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്നാൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥാണോ അല്ല അമിത്ഷായോ നിതിൻ ഗഡ്കരിയാണോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നൊക്കെയുള്ള ചർച്ചകൾ BJPയിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന BJP കേന്ദ്രങ്ങളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മോദി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള സർവേ പുറത്തു വന്നിരിക്കുകയാണ്. സർവേ പുറത്തുവിട്ടതാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ളതും ആധികാരികതയുള്ളതുമായ ഇന്ത്യ ടുഡേ ആണ്. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാതിരിക്കാൻ BJPക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരൊക്കെ പരിഗണിക്കപ്പെടണമെന്ന സർവേയിൽ 1-ാം സ്ഥാനം നരേന്ദ്രമോദിക്കും 2-ാം സ്ഥാനം രാഹുൽ ഗാന്ധിക്കുമാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 3-ാം സ്ഥാനത്തെത്തിയത് ഒരു BJP നേതാവല്ല, മറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയാണ്. നിലവിലെ പ്രധാനമന്ത്രി മോദിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും തൊട്ടുപിറകെയാണ് വിജയ് സ്ഥാനം പിടിച്ചത് എന്ന് പറയുമ്പോൾ മോദി എന്ന ഒറ്റ ഘടകത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്നതല്ലാതെ BJPക്ക് വേറെ വഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 2029 പ്രധാനമന്ത്രി പദത്തിന് അർഹനാരാണെന്ന ഒറ്റ ചോദ്യത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ സർവേ ഫലത്തിലാണ് ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. അതിന് മോദി മാറിയാലല്ലേ രാഹുൽ ഗാന്ധി വരും എന്നുള്ളവരോടും പറയാനുള്ളത്, നരേന്ദ്രമോദിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന് മാറിയേ മതിയാകും. അത് BJP തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ്. പക്ഷേ മറ്റൊരാളില്ല എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെ തന്നെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് BJP നേതൃത്വം. അതായത് ഈ സർവേയിൽ പങ്കെടുത്ത 48.7% ആളുകളുടെ പിന്തുണയോടെ നരേന്ദ്രമോദി തന്നെയാണ് 1-ാം സ്ഥാനത്തെത്തിയത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ വർദ്ധിച്ചു വരികയാണ്. 20%-ത്തിലൊക്കെ നിൽക്കാറുള്ള രാഹുൽ ഗാന്ധി 27.1% പോൾ നേടി രാഹുൽ ഗാന്ധി തൊട്ടു പിന്നിലാണുള്ളത്. എന്നാൽ BJP പ്രധാനമന്ത്രിയായി മനസ്സിൽ കാണുന്ന ഒരു കൂട്ടം നേതാക്കളിൽ ആരും തന്നെ ഈ സർവേയുടെ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് BJPയെ ഏറെ ഭയപ്പെടുത്തുന്നത്. അതിനു പകരം 9.2% പിന്തുണയുള്ള വിജയ്ക്കാണ് ആ സ്ഥാനം ലഭിച്ചത്. മോദിയും രാഹുൽ ഗാന്ധിയും പഴയ നേതാക്കളാണെങ്കിലും രാഷ്ട്രീയ രംഗപ്രവേശം നടത്തി 3 മാസം കൊണ്ട് വിജയ് വലിയ ജനപ്രീതി കരസ്ഥമാക്കിയെന്ന് സർവേ ഫലം വെളിപ്പെടുത്തുകയാണ്. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും അതുപോലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമാണ് യഥാക്രമം 4ഉം 5ഉം നിലകളിലുള്ളത്. സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെട്ട് വലിയ പ്രതിസന്ധിയിലായി മാറിയെങ്കിലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയെ ഈ രാജ്യം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതൊക്കെ BJPക്ക് വലിയ അപായ സൂചനയാണ് നൽകുന്നത്. കാരണം നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മുഴുവൻ ഇന്ത്യ സഖ്യം നേതാക്കളാണ് എന്നുള്ളതാണ് സർവേയിൽ തെളിഞ്ഞത്. അതുകൂടാതെ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നേറ്റത്തിലൂടെ ദേശീയതലത്തിൽ പിന്തുണ നേടിയ യുവനേതാവ് അഭിജിത്ത് ദീപ്കെയും 1.3 എന്ന ചെറിയ വോട്ട് നേടിയെങ്കിലും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയെ ഞെട്ടിച്ചത്. എന്നാൽ അതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് സർവേ ഫലം പറയുന്നത്. രാഷ്ട്രീയ രംഗത്ത് പുതിയ ചുവടുവെപ്പുകൾ നടത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇനി വരാനിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ശക്തിയായി മാറുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണിത്. MGRനും ജയലളിതയ്ക്കുമൊക്കെ ശേഷം തമിഴ്നാട്ട് രാഷ്ട്രീയത്തിലേക്ക്, അതും ഒരു സിനിമാ തലത്തിൽ നിന്നും ഉയർന്നു വരുന്ന ശക്തമായൊരു നേതൃത്വമായി വിജയിയെ കാണുന്നുമുണ്ട്. വിജയ് ഈ പട്ടികയിൽ വന്നതോടെ കോൺഗ്രസിൻ്റെ വിജയ് ബന്ധം എന്ന തീരുമാനം നല്ലതാണെന്നുള്ളതും ഉറപ്പിക്കുന്നതാണ്. ഏതായാലും നരേന്ദ്രമോദിക്ക് ശേഷം രാഹുൽ ഗാന്ധിയാണെന്ന ഏറ്റവും ആധികാരികമായ ഇന്ത്യ ടുഡേ സർവേ ഫലം രാജ്യത്ത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ് നൽകുന്നത്.